വിയ്യൂർ ജയിലിന്റെ ഗേറ്റിന് പുറത്ത് ഗാഥയും കാത്തു നിൽക്കുകയാണ് അരുൺ. അല്പം കഴിഞ്ഞപ്പോൾ പാറിപ്പറക്കുന്ന മുടി ഒതുക്കി വെച്ച് ഒരു പ്ലാസ്റ്റിക് കവറും കയ്യിൽ പിടിച്ച് ഗാഥ ഇറങ്ങി വന്നു. അവളെ കണ്ട് അരുണൊന്ന് പുഞ്ചിരിച്ചു. പതിയെ അവളും ചിരിച്ചു. വാ പോകാല്ലേ? പോകാം. അരുൺ വന്ന ഓട്ടോ അവരെ കാത്തു കിടക്കുന്നുണ്ട്. അവർ അതിൽ കയറി. റെയിൽവേ സ്റ്റേഷൻ, അരുൺ പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിനിൽ അവർ കയറി. ട്രെയിനിന്റെ കുലുക്കത്തിനനുസരിച്ച് ബർത്തിൽ അരുണിന്റെ മടിയിൽ തലവെച്ച് ഒട്ടൊരു പകപ്പോടെ ചുരുണ്ടു കിടക്കുകയാണ് ഗാഥ. ഇങ്ങനെയൊരു യാത്ര ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവളുടെ ഓർമ്മകൾ ആ വഴികളിലൂടെ നീങ്ങി. എന്ത് സന്തോഷമായിരുന്നു തൻ്റെ കുട്ടിക്കാലത്തെ ജീവിതം. പെട്ടെന്നാണ് എല്ലാം അസ്തമിച്ചത്. അമ്മയും അച്ഛനുമൊത്ത് സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ കരുനിഴൽ വീണത്. ലോറി ഡ്രൈവറായ രാഘവനെന്ന അച്ഛനെ പ്രണയിച്ച് അമ്മ ഇറങ്ങിപ്പോന്നതാണ്. തൻ്റെ അമ്മ ദേവിക ക്യാൻസർ വന്ന് അമ്മയുടെ അകാല മരണത്തോടെ അച്ഛനാകെ മാറി. പിന്നെ മദ്യപിക്കാത്ത അച്ഛനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു, സരസു. ഇനി മുതൽ അവരെ അമ്മ എന്ന് വിളിക്കാനായിരുന്നു അച്ഛൻ്റെ കൽപ്പന. അവർ വന്ന മുതൽ തൻ്റെ നരകം തുടങ്ങുകയായിരുന്നു. പിന്നെ വീട്ടിലെ ജോലികൾ തൻ്റെ മാത്രമായി. അതിനിടയിൽ എങ്ങനെയൊക്കെയോ പഠിച്ച് ഡിഗ്രി എത്തി. ഇളയമ്മയുടെ ഉപദ്രവം കൂടിയതേ ഉള്ളൂ. അച്ഛനിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആകെയുള്ള ആശ്വാസം അച്ഛൻ്റെ ഒപ്പം ലോറിയിൽ പോകുന്ന അപ്പച്ചിയുടെ മോൻ അപ്പു ആയിരുന്നു. കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകെട്ട്. അവൻ്റെ ആശ്വാസവാക്കുകളിൽ എല്ലാം മറന്നു. അപ്പുവിനെയും ഇളയമ്മ അച്ഛനെ കുത്തിത്തിരിപ്പിച്ചകറ്റി. അന്നു മുതൽ ഞാൻ തന്നെയായി. അന്ന് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ദിവാകരൻ. അച്ഛൻ്റെ ഒപ്പം മദ്യപിക്കുന്നു. ഇളയമ്മയെ കൊണ്ടുവരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ അനിയനാണെന്നാണ് അന്ന് പറഞ്ഞത്. ഇളയമ്മയാണ് പറഞ്ഞത് തന്നെ പെണ്ണ് കാണാൻ വന്നതാണെന്ന്. ഇനി തന്നെ വിവാഹം കഴിക്കുന്നത് അയാളാണെന്ന്. അയാൾ ഒരു ക്രൂരത നിറഞ്ഞ നോട്ടത്തോടെ വഷളം ചിരിച്ചിരിച്ചു. അയാളുടെ കണ്ണുകൾ തേരട്ട പോലെ ശരീരത്തിൽ ഇഴയുന്നതറിഞ്ഞു. അയാളെ നോക്കാതെ അവൾ അകത്തേക്ക് നടന്നു. പിന്നീട് ഇടയ്ക്കിടെ ദിവാകരൻ വരാൻ തുടങ്ങി. തനിക്കൊട്ടും കണ്ടുകൂടായിരുന്നു. പക്ഷേ ഇളയമ്മയെ എതിർത്ത് ഒന്നിനും കഴിയില്ല. ഇളയമ്മയുടെ ചൊൽപ്പടിയിലായ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അകത്ത് ഇളയമ്മയുടെ അടക്കിപ്പിടിച്ച സംസാരം കേട്ടത്. അച്ഛനാകും എന്ന് കരുതി. പക്ഷേ അച്ഛൻ്റെ ശബ്ദമായിരുന്നില്ല. വാതിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അകത്ത് ആരാണെന്നറിയാനും വയ്യ. പതിയെ അച്ഛൻ്റെ റൂമിൻ്റെ ജനൽ തുറന്ന് അകത്തേക്ക് നോക്കിയതും ഇളയമ്മയും അയാളും അരുതാത്ത രീതിയിൽ വെറുപ്പോടെ മുഖം തിരിച്ചു. അകത്തയാളുടെ ശബ്ദം ഉയർന്നു കേട്ടു. ഹെടി സരസു, ഞാൻ കുറച്ചായില്ലേ അവളെ കല്യാണം കഴിപ്പിച്ചു തരാൻ പറയുന്നു. നിനക്കൊന്നും പറഞ്ഞാ ഇപ്പൊ കേൾക്കാൻ വയ്യ. അല്ലടാ, ഞാൻ നിനക്ക് തന്നെ അവളെ കെട്ടിച്ചേരാം. പിന്നെ അവളുടെ അമ്മ ഏതോ വലിയ വീട്ടിലാണത്രേ. ആ സ്വത്ത് ഗാഥയുടെ പേരിലാണെന്ന് രാഘവൻ പറഞ്ഞത്. രാഘവൻ അതൊന്നും വേണ്ടെന്ന്. അത് അവളെ കൊണ്ട് എൻ്റെ പേരിൽ എഴുതിത്തരണം. പിന്നെ ഈ വീടും. പറ്റുമോ നിനക്ക്? അച്ഛൻ്റെ ഒപ്പം പോന്ന തൻ്റെ അമ്മയ്ക്ക് സ്വത്തോ? അത് പുതിയ അറിവാണല്ലോ. അമ്മ ഒറ്റ മോളാണെന്നറിയാം. അച്ഛൻ പിന്നെ അമ്മയെ സ്വന്തം വീട്ടിലേക്ക് വിട്ടിട്ടില്ല എന്നും. അകത്ത് സംസാരം വീണ്ടും കേട്ടു. എന്ത് വേണമെങ്കിൽ തരാം. എനിക്ക് അവളെ മാത്രം മതി. കെട്ടിക്കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും മുംബൈക്ക്. അവൾ നല്ല പെണ്ണ. അവളെ കിട്ടിയ പിന്നെ ഞാൻ ആരാ? അവൾക്കായി ഒരുപാട് പേര് കാത്തിരിക്കുന്നു. പിന്നെ എനിക്കെന്തിനാ അവളുടെ സ്വത്ത്? എന്നാ നീ പോകാൻ നോക്ക്. അവൾ വരാൻ സമയമായി. ഇളയമ്മ എണീറ്റു. തന്നെ അവിടെ കണ്ടാൽ പ്രശ്നമാകും. അവർ വാതിൽ തുറക്കും മുന്നേ പടിക്കലേക്ക് ഓടി. ഇളയമ്മ വാതിൽ തുറന്ന് പുറത്തു വന്നു. കൂടെ അയാളും. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരുടെ മുന്നിലേക്ക് ക്ലാസ് കഴിഞ്ഞ് ചെല്ലും പോലെ കയറി ചെന്നു. എന്താടി നിന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ കുത്തി വീർപ്പിച്ച് നിൽക്കുന്നത്? തന്നെ കണ്ട് ഇളയമ്മ ചോദിച്ചു. അപ്പോഴും അയാൾ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. അയാളുടെ കഴുകൻ കണ്ണുകൾ കൊത്തിവലിക്കുന്നതറിഞ്ഞ ഭാവം നടിക്കാതെ അകത്തേക്ക് നടന്നു. എടീ, വേഗം പോയി ചായ ഉണ്ടാക്ക്. അവനുകൊണ്ട് കൊടുക്ക്. മറുത്തു പറയാതെ ചായയുമായി വന്നു. ചായ കൊടുക്കാൻ ചെന്നപ്പോൾ ഇളയമ്മയെ അവിടെ എങ്ങും കാണാനില്ല. കുറച്ച് ഭയത്തോടെ ചായ അയാളുടെ മുന്നിൽ വെച്ച് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് അയാൾ വിളിച്ചു. എന്താ പെണ്ണെ മിണ്ടാതെ പോകുന്നേ? എന്തെങ്കിലും പറ. അല്ലേലും നിന്റെ കെട്ടിയോനാവാനുള്ളതല്ലേ ഞാൻ. ഇവിടെ വാ, ഇവിടെ വന്നിരിക്കേ. മിണ്ടാത്ത റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അയാൾ പിന്നാലെ വന്നത് താൻ അറിഞ്ഞില്ല. വാതിൽ കുറ്റിയിടുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. തൊട്ടുമുന്നിൽ അയാൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്തിനാണ് എൻ്റെ റൂമിൽ വന്നത്? അതെന്ത് ചോദ്യമാണ് ഗാഥേ? നാളെ എൻ്റെ കൂടി റൂമല്ലേ ഇത്? പോകുന്നുണ്ടോ? ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടും. ആരെ വിളിച്ചാലും ആരും വരില്ല. സരസു പോലും വരില്ല. ഈ അവസരത്തിന് മനഃപൂർവ്വം ഒഴിഞ്ഞു പോയതാ സരസു. അല്ലെങ്കിൽ തന്നെ നാളെ കഴിഞ്ഞ് നമ്മുടെ കല്യാണമാണ്. പിന്നെന്താ? അതിനാര് നിങ്ങളെ കെട്ടും? ഞാനോ? ഞാനതിന് സരസു അല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് കിടന്നു തരാൻ. അപ്പോൾ നീയെല്ലാം കണ്ടു അല്ലേ? എന്നാ ഇനി നിന്നെ അങ്ങനെ വിടില്ല.
പെട്ടെന്ന് അയാൾ തൻ്റെ മേൽ കടന്നു പിടിച്ചു. കുതറിമാറി രക്ഷപ്പെടാൻ ഒരു വഴി ചുറ്റും നോക്കി. വാതിലിനടുത്തേക്ക് ചുമരോട് ചേർന്ന് നിരങ്ങി നീങ്ങി. അപ്പോഴാണ് ജനലിലിരിക്കുന്ന വെള്ളം നിറച്ച മണി പ്ലാന്റ് വെച്ച അച്ഛൻ്റെ പഴയ മദ്യക്കുപ്പി കണ്ണിലുടക്കിയത്. അയാൾ അടുത്തെത്തും മുന്നേ തന്നെ കുപ്പിയെടുത്ത് തലയിൽ ആഞ്ഞടിച്ചു. 2 കൈകൊണ്ട് തലപൊത്തി അയാൾ തറയിൽ വീണു. കുപ്പിച്ചില്ല് തറച്ച് അയാളുടെ തലയിൽ രക്തം പൊട്ടിയൊഴുകി. തൻ്റെ മുഖത്ത് മുഴുവനും അയാളുടെ പച്ചച്ചോരയുടെ ഗന്ധം. വീണ്ടും വീണ്ടും അയാളുടെ ശരീരത്തിൽ പൊട്ടിയ കുപ്പിച്ചില്ല് വെച്ച് ആഞ്ഞുകുത്തി. അതെ, തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവനെ താൻ കൊന്നു. ഇളയമ്മ വന്നപ്പോൾ ചോരയിൽ കുളിച്ച തന്നെ കണ്ട് പിന്തിരിഞ്ഞ് നിലവിളിച്ചോടി. പിന്നെ സാധാരണ ആവർത്തനം പോലെ പോലീസ് സ്റ്റേഷൻ, കോടതി, ജയിലിൽ വെച്ച് പിന്നീടാണ് അറിഞ്ഞത് അച്ഛൻ്റെ ലോറി കർണാടകയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടെന്നും അച്ഛൻ മരിച്ചെന്നും. ഇളയമ്മ അതിനു മുന്നേ തന്നെ അച്ഛനെ ഉപേക്ഷിച്ചു പോയതും താൻ തീർത്തും അനാഥയായി പോയെന്നും, അല്ലെങ്കിൽ തന്നെ അച്ഛൻ ജീവിച്ചിരുന്നിട്ടും താൻ അനാഥയായി പോയതല്ലേ. വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങി ഇങ്ങനെയൊരു യാത്ര ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. തന്നെ കൊണ്ടുപോകാൻ അരുൺ വരുമെന്നും. ജയിലിൽ സീനിയർ തടവുകാരായ പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് വാർഡൻ അരുണാണ് രക്ഷിച്ചത്. അന്നു മുതലാണ് അരുണുമായി പരിചയമായത്. തൻ്റെ കഥകളെല്ലാം ചോദിച്ചറിഞ്ഞ് ആ പരിചയം പിന്നെ അരുണിന് തന്നോട് ആരും അറിയാതെ ഒരിഷ്ടമായി. ജയിലിൽ നിന്നും ഇറങ്ങിയ തന്നെ കൊണ്ടുപോകാൻ അരുണെന്ന അരുണയ്യർ വരുമെന്ന് പറഞ്ഞിരുന്നു. അമ്മ മാത്രമുള്ള പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക്. ഗാഥെ, ഇറങ്ങാൻ റെഡിയായിക്കോ, പാലക്കാട് സ്റ്റേഷനിലെത്താറായി. അവളെ അരുൺ കുലുക്കി വിളിച്ചു. ചിന്തകളിൽ നിന്നുണർന്ന് ഗാഥ എണീറ്റു. അരുണും ഗാഥയും സ്റ്റേഷനിലിറങ്ങി. പാലക്കാട് നഗരത്തിൻ്റെ വിരിമാറിലൂടെ രഥോത്സവത്തിൻ്റെ നാടായ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. വിശാലവും വൃത്തിയുമുള്ള അഗ്രഹാരത്തിൻ്റെ നീല പെയിൻ്റടിച്ച വീടിനു മുന്നിൽ ഓട്ടോ നിന്നു. അരുണിനൊപ്പം ഗാഥ ഇറങ്ങി. ചുറ്റും കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും വശ്യഗന്ധം. ശാന്തമായ അന്തരീക്ഷം. ഓരോ വീടിൻ്റെയും മുന്നിൽ അരിപ്പൊടി കോലങ്ങൾ. വിസ്മയത്തോടെ ഗാഥ ചുറ്റും നോക്കി. അരുൺ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അകത്തുനിന്ന് മനോഹരമായ ശബ്ദത്തിൽ സരസ്വതി നാമത്തിൻ്റെ വരികൾ ഒഴുകി വന്നു. അമ്മേ, ഞങ്ങൾ വന്നോട്ടോ. ദാ വരുന്നു മോനെ. ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി കയ്യിൽ കത്തിച്ച നിലവിളക്ക് പിടിച്ച് അരുണിൻ്റെ അമ്മ വന്ന് വാതിൽ തുറന്നു. ഗാഥെ, ഇതാണെൻ്റെ അമ്മ. അതായത് ഇനി മുതൽ നിന്റെ അമ്മായിയമ്മ, സരോജിനി അമ്മാൾ. അവൻ അമ്മയുടെ കവിളിലൊന്നു നുള്ളി. മോൾ അകത്തേക്ക് വാ, എല്ലാം എൻ്റെ മോൻ പറഞ്ഞിരുന്നു. ഇനി മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കഴിഞ്ഞതൊക്കെ സ്വപ്നമായി കരുതുക. ഇത് മോളുടെ സ്വന്തം അമ്മയാണ്. കയ്യിലുള്ള നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് സരോജിനി അമ്മാൾ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അല്ലമ്മേ, അമ്മയ്ക്ക് സമാധാനമായില്ലേ? ഈ വീട്ടിൽ കോലം വരയ്ക്കാൻ ഒരു പെണ്ണില്ല എന്ന പരാതി തീർന്നില്ലേ? ഇനിയിപ്പോൾ ഇവളെ ഗാഥമ്മാൾ എന്നുകൂടി വിളിക്കാം. എന്നിട്ട് നാളെ മുതൽ അവൾ വരയ്ക്കും കോലം, അല്ലേ ഗാഥ? അവൾ നാണത്തോടെ അവനെ ഒന്ന് നോക്കി. അതേടാ, അരുണയ്യരും ഗാഥമ്മാളും നല്ല ചേർച്ച. അത് കേട്ട് അരുൺ ഉറക്കെ ചിരിച്ചു. വിധിയുടെ നിയോഗത്താൽ ജീവിത വഴിയിൽ മുരടിച്ചു പോയ അവളുടെ മനസ്സിൽ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് മഞ്ഞുതുള്ളിയായി ആ ചിരിയുടെ മാറ്റൊലി പതിഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.